ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ലോകോത്തരമായി ഒരത്ഭുതമാണ്. അത് നന്നാക്കിയേ അടങ്ങൂ എന്ന നിർബന്ധ ബുദ്ധി BJP നേതൃത്വത്തിനുണ്ട്. പലവിധ മാറ്റങ്ങൾ അക്കാര്യത്തിൽ അവർ വരുത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ റെയിൽവേക്ക് ഒരു പ്രത്യേക ബജറ്റ് എന്ന ഒരു രീതിയാണ് നാം പിന്തുടർന്നുകൊണ്ടിരുന്നത് എങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ ആ രീതി തന്നെ റദ്ദ് ചെയ്യുകയും പ്രത്യേക ബജറ്റ് റെയിൽവേക്ക് വേണ്ട പൊതു ബജറ്റിൻ്റെ ഒരു ഭാഗമായി റെയിൽവേ നിന്നാൽ മതിയാകും എന്ന രീതിയാണ് പുതിയ സർക്കാർ കൈക്കൊണ്ടത്. അതുപോലെ തന്നെ യാത്രാക്കൂലിയും ചരക്ക് കൂലിയും ഓരോ ഘട്ടത്തിലും കൂട്ടിക്കൊണ്ട് സർവീസ് സേവനം മികച്ചതാക്കും എന്ന വാഗ്ദാനവും സർക്കാർ നൽകിയിരുന്നു. എന്നിട്ടും അപകടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്തിടെ നടന്ന റെയിൽവേ അപകടത്തിൽ ഏറ്റവും വലിയ അപകടമാണ് ഇന്നലെ ലക്നൗവിൽ നടന്നത്. ആ റെയിൽവേ അപകടത്തിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളും ഇന്ന് ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. 120 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. 75ഓളം ആൾക്കാർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞാൽ മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. 120 എന്ന വാർത്ത മലയാളം പത്രങ്ങൾ നൽകുമ്പോൾ മരണസംഖ്യ 121 എന്ന് നൽകിയിരിക്കുന്നു ഹിന്ദു എന്ന പത്രം. ആ വാർത്ത എല്ലാ പത്രങ്ങൾക്കും ലീഡ് വാർത്തയാണ്. മെട്രോ വാർത്ത എന്ന പത്രവും സചിത്രമായി ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, പാറ്റ്ന ഇൻഡോർ എക്സ്പ്രസ് പാളം തെറ്റി മരണം 120 എന്ന ശീർഷകത്തിലാണ് വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ദുരന്തം കാൺപൂരിനടുത്ത് പുക്രായനിൽ ഞായറാഴ്ച പുലർച്ചെ 3 മണിക്ക് 200-ലേറെ പേർക്ക് പരിക്ക്, 75 പേരുടെ നില അതീവ ഗുരുതരം, മരണസംഖ്യ ഉയർന്നേക്കും, അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തർപ്രദേശിലെ പുക്രായനയിൽ പാറ്റ്ന ഇൻഡോർ എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റി 120 പേർ കൊല്ലപ്പെട്ടു, 200-ലേറെ പേർക്ക് പരിക്കുണ്ട്, 75 പേരുടെ നില അതീവ ഗുരുതരമാണ്. തകർന്ന കോച്ചുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കും. പാളത്തിൽ പൊട്ടലുണ്ടായതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയെന്നോ കൊച്ചു വെളുപ്പാങ്കാലമെന്നോ മഴയെന്നോ മഞ്ഞെന്നോ വെയിലെന്നോ ഭേദമില്ലാതെ സാധാരണ 1-2 ആളുകൾ റെയിലുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും നടക്കുന്ന ആ തൊഴിലാളികളെ നാം കാണാറുണ്ട്. അവരാണ് ഈ വിള്ളൽ കണ്ട് റിപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് പരിഹരിക്കാറുള്ളത്. എന്നാൽ അങ്ങനെ പരിഹരിക്കാതെ ഇരുന്ന വിള്ളലാണ് അപകടത്തിന് കാരണം. 14ഓളം ബോഗികളെ തകർത്ത അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. കേരളത്തിൽ അടുത്ത കാലത്ത് ധാരാളം വിള്ളലുകൾ ഈ നിലവാരത്തിൽ നാം കാണുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ അപകടമുണ്ടാവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എങ്കിലും ജീവനാശം സംഭവിച്ചില്ല. പലപ്പോഴും നാട്ടുകാർ തന്നെ റെയിലിലെ വിള്ളൽ സ്റ്റേഷനിൽ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നു. റെയിലിലെ വിള്ളൽ ഈ നിലവാരത്തിൽ മാരകമായ അതീവ മാരകമായ അപകടങ്ങൾക്ക് കാരണമാകുന്ന കാര്യമാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ എത്രയെത്ര വലിയ വലിയ അപകടങ്ങളാണ് ഒരുപക്ഷെ കൃത്യസമയത്ത് കണ്ടെത്തപ്പെട്ടതുകൊണ്ടും മാത്രം നാം അതിജീവിച്ചത് എന്ന് പറയേണ്ടി വരും. എല്ലായ്പ്പോഴും നാട്ടുകാരുടെ കണ്ണിൽ ഈ നിലവാരത്തിലുള്ള വിള്ളൽ കാണണമെന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ റെയിൽവേ യാത്രയും ഈ വാർത്ത കഴിഞ്ഞാൽ ഒരാൾക്ക് ആകർഷകമായ ഒരു കാര്യമായി തീരാൻ ഇടയില്ല. വിള്ളൽ എന്ന് പറയുന്നത് വലിയ അപായ കാരണമാണ് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സചിത്രമായി ആ വാർത്ത, മെട്രോ വാർത്ത, 1-ാം പേജിൽ എല്ലാ വിശദാംശങ്ങളോടെയും ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദുരന്തപൂർണമായ ഒരു വാർത്തയ്ക്ക് ശേഷം നമ്മെ തേടിയെത്തുന്നത് നോട്ടുമായി ബന്ധിപ്പിച്ച വാർത്തയാണ്. എന്തായി നമ്മുടെ ബാങ്കുകളുടെ അവസ്ഥ, ATMിൻ്റെ അവസ്ഥ,
നോട്ട് റദ്ദാക്കിയതിന് ശേഷം ചില്ലറയ്ക്കും അത്യാവശ്യം പണത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്ന സാധാരണ മനുഷ്യരുടെ ഇന്ത്യൻ അവസ്ഥ എന്താണ്? നോട്ട് റദ്ദാക്കൽ നടപടി വന്നിട്ട് ഇന്നേക്ക് 13 ദിവസമാകുന്നു. ഇതുവരെ 6 ലക്ഷം കോടി 510,000 നോട്ടുകൾ ബാങ്കിലെത്തി. 6 ലക്ഷം കോടി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ബാങ്കിലെത്തി എന്നാണ് ഇരിക്കുന്നത്. ഈ 13 ദിവസം കൊണ്ട് 6 ലക്ഷം കോടി ബാങ്കിലെത്തിയെങ്കിൽ ബാങ്കിൽ നിന്ന് 1.35 ലക്ഷം കോടി രൂപ മാത്രമേ തിരികെ പോയിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ അങ്ങോട്ട് നോട്ട് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണിത്. 6 ലക്ഷം കോടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞത് ഒരു 11 ലക്ഷം കോടിയെങ്കിലും എത്തണം എന്നാണ് സർക്കാർ നിരീക്ഷിക്കുന്നത്. 6 കോടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്ത് തരുന്നു. ബാങ്ക് നിക്ഷേപം 6 ലക്ഷം കോടി, പിൻവലിച്ചത് 1.35 ലക്ഷം കോടി. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അസാധുവാക്കിയതിന് ശേഷം വിവിധ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ട തുക 6 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഈ കാലയളവിൽ പഴയ നോട്ട് മാറ്റിയെടുത്തതുൾപ്പെടെ പിൻവലിക്കപ്പെട്ടത് 1.35 ലക്ഷം കോടി രൂപ മാത്രമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ വിവിധ ബാങ്കുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ തയ്യാറാക്കിയ കണക്കാണ് ഇത് എന്നും മാതൃഭൂമി ഒന്നാം പേജ് വാർത്തയിൽ നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ച് നമുക്കിന്ന് തരുന്നുണ്ട്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പഴഞ്ചനായി, വെറും പേപ്പർ കഷ്ണമായി പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതുകൊണ്ട് ബാങ്കുകളിലേക്ക് എല്ലാവരും നെട്ടോട്ടമോടി 6 ലക്ഷം കോടി ബാങ്കിലെത്തി. പുതിയതായി ഇന്ത്യ ഗവൺമെൻറ് നോട്ട് ഇറക്കി. 2000-ൻ്റെ നോട്ട്. 2000-ൻ്റെ നോട്ട് പുതിയ തേങ്ങ എന്ന മാതിരി സാധാരണക്കാരുടെ കയ്യിൽ കിട്ടുകയും കമ്പോളത്തിൽ ഇല്ലാതെ സംഭ്രമിച്ച് കമ്പോളം തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ 2000-ൻ്റെ നോട്ടിൻ്റെ അവസ്ഥ എന്ത്? അതിനും ഇനി കള്ളനോട്ട് വരുമോ? അതിനും ഇനി മറ്റു ചില മറിപ്പുകളോ തിരിപ്പുകളോ ഒക്കെ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കവേ ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പേജ് തരുന്ന മറ്റൊരു വാർത്ത കാണുക. 8 ലക്ഷം രൂപയുടെ 2000-ൻ്റെ നോട്ടുകൾ കണ്ടെടുത്തു. 8 ലക്ഷം രൂപ 2000-ൻ്റെ നോട്ടായി പൊതു കമ്പോളത്തിൽ നിന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. ഇത്രയും നോട്ട് എങ്ങനെയാണ് ഒരാളുടെ കൈവശം വന്നിരിക്കുന്നത് എന്നത് ആദായ നികുതി വകുപ്പിന് വലിയ അത്ഭുതം ചാർത്തി കഴിഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ആലുവ മാർക്കറ്റിലെ മൊത്ത വ്യാപാരിയുടെ പക്കൽ നിന്ന് 30 ലക്ഷം രൂപ കണ്ടെടുത്ത സംഭവത്തിൽ പണത്തിൻ്റെ കൃത്യമായ രേഖ ഹാജരാക്കിയില്ല. വ്യാപാരം നടത്തിയ പണമാണ് എന്ന് പറയുമ്പോഴും ബില്ലുകളും അക്കൗണ്ട് ബുക്കുകളുമെല്ലാം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. 30 ലക്ഷം രൂപയിൽ 8 ലക്ഷം രൂപ 2000-ൻ്റെ പുതിയ നോട്ടുകളാണ്. ഇതാണ് ആദായ നികുതി വകുപ്പിനെ വലയ്ക്കുന്നത്. സാധാരണ ഒരാൾക്ക് ഒരു ദിവസം തീരെ ചെറിയ തുക മാത്രം മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ വ്യാപാരിയുടെ പക്കൽ വൻ തുകയുടെ 2000-ൻ്റെ നോട്ടുകൾ കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുകയാണ്. നോട്ടിൻ്റെ ഈ മായാവിലാസം കാണുക. 2000-ൻ്റെ നോട്ട് വളരെ കുറച്ചേ എത്തിയിട്ടുള്ളൂ. അങ്ങനെ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കള്ളനോട്ടിൻ്റെ സാധ്യത തടയാൻ കഴിയും എന്നൊക്കെ സർക്കാർ തെറ്റിദ്ധരിച്ചുവെങ്കിൽ ആ നോട്ട് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ 8 ലക്ഷം രൂപ ആലുവയിലെ ഒരു സ്വകാര്യ വ്യാപാരിയുടെ കയ്യിൽ ആ നോട്ടുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 8 ലക്ഷം രൂപയുടെ നോട്ടുകളാണ് എത്തിയത് എന്ന് പറഞ്ഞാൽ മറ്റേതോ വഴിയിലൂടെ ആ നോട്ടുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സഞ്ചാരപാത ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. സമാന്തര സമ്പദ്ഘടനയുടെ വൈതാളികർ എന്ന് വേണം കണക്കാക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ മുന്നൊരുക്കത്തിനൊക്കെ എന്തർത്ഥമായിരുന്നു ഉണ്ടായിരുന്നത്? ആളുകളെ പൊരിവെയിലത്ത് നെട്ടോട്ടം ഓടിക്കാം, വിവാഹങ്ങൾ മുടക്കാം എന്നതിൽ കവിഞ്ഞ് BJPയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന വൈഭവത്തിന് മറ്റെന്ത് കാര്യമാണുണ്ടായിരുന്നത് എന്ന് മൂക്കത്ത് വിരൽ വച്ചു പോകും. ആണുങ്ങൾ വിചാരിച്ചാൽ നോട്ടുകൾക്ക് സഞ്ചരിക്കാനുള്ള കള്ളവഴികൾ തുറന്നെടുക്കാൻ കഴിയും എന്ന് 2000 നോട്ടിൻ്റെ ഈ വലിയ ശേഖരം നമുക്ക് കാണിച്ചു തരുന്നു. ആ വാർത്തയും മാതൃഭൂമി ഇന്ന് ഒന്നാം പുറത്ത് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്.
നികുതി അടയ്ക്കാൻ പഴയ നോട്ടുകൾ മതിയാകും. പറയുന്നത് നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക്കാണ്. ദേശാഭിമാനി ആ ആശ്വാസ വാർത്ത ഇന്ന് 1-ാം പേജിൽ തരുന്നു. നികുതി അടയ്ക്കാൻ പഴയ നോട്ട് ഉപയോഗിക്കാം. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. സംസ്ഥാനത്തെ നികുതി പിരിവിന് തിങ്കളാഴ്ച മുതൽ പഴയ 500, 1000 നോട്ടുകൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക് അറിയിച്ചു. വൈദ്യുതി ബില്ല് അടയ്ക്കാനും KSRTC സീസൺ ടിക്കറ്റ് എടുക്കുന്നതിനും പഴയ നോട്ടുകൾ സ്വീകരിക്കും തുടർന്നും എന്നാണ് ഈ വാർത്ത പറയുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ BJPയുടെ രാഷ്ട്രീയ താൽപ്പര്യം നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വെളിച്ചത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെതിരെ മലയാളി ജനത ഒന്നടങ്കം സംഘം ചേരുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ധനമന്ത്രി തന്നെ നൽകുന്ന ഒരു ഉറപ്പ് ദീപിക 1-ാം പുറം വാർത്തയാക്കി തരുന്നു. അതിങ്ങനെയാണ്: സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ ഭദ്രം എന്നാണ് ധനമന്ത്രി പറയുന്നത്. സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും. സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ ഭദ്രമാണ്. അക്കാര്യത്തിൽ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിക്ഷേപം നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി വാഗ്ദാനങ്ങളുമായി സമീപിക്കുന്ന സ്വകാര്യ പുതുതലമുറ ബാങ്കുകൾക്ക് ചെവിക്കൊടുക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ 2 കോടി ആളുകളോളം ആശ്രയിക്കുകയും 1,28,000 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവുമുള്ള ഏറ്റവും വലിയ ബാങ്കിങ് സംവിധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്കുകൾ. ആ ബാങ്കുകളിലെ തുക കണ്ട് വെള്ളമിറക്കി നടക്കുകയാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ, പുതുതലമുറ ബാങ്കുകൾ. ഈ പണം അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് BJPയുടെ ആഭിമുഖ്യത്തിലുള്ള സർക്കാരും റിസർവ് ബാങ്കും ഒക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. ഇവിടെയുള്ള BJP നേതാക്കളാകട്ടെ ആവിധ ശ്രമങ്ങൾക്ക് ഹല്ലേലൂയ പാടുകയാണ് ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്ന സായാഹ്ന ചർച്ചകളിലും എന്ന് നമുക്കറിയാം. എങ്കിലും ആ പണമൊക്കെ ഭദ്രമായിരിക്കും. ഈ കളി അനുവദിക്കപ്പെടാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ എന്നാണ് ധനമന്ത്രി ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. കള്ളപ്പണക്കാർക്ക് 7 വർഷം പുതിയ തടവ് ശിക്ഷ നൽകും എന്ന നിലയ്ക്ക് സർക്കാർ എടുത്ത നിലപാട്, ആ നിലപാട് വീക്ഷണം എന്ന പത്രം 1-ാം പുറത്ത് പ്രധാന വാർത്തയാക്കി തന്നിരിക്കുന്നു. ബിനാമികളെ നിർത്തി റദ്ദ് ചെയ്ത നോട്ട് 4000 രൂപ അതിപ്പോൾ 2000 കുറച്ചിട്ടുണ്ട്. അങ്ങനെ മാറിയെടുക്കുന്ന ആ രീതിയുണ്ടല്ലോ, അത് കണ്ടെത്തപ്പെടുകയും ആരെങ്കിലും അത്തരം ബിനാമികളെ നിയോഗിച്ചു എന്ന് തെളിയുകയും ചെയ്താൽ അങ്ങനെ പറഞ്ഞയക്കുന്നവർക്ക് 7 വർഷം വരെ തടവ് ശിക്ഷ നൽകാം എന്ന നിയമത്തെ സംബന്ധിച്ചാണ് വീക്ഷണം എന്ന പത്രം ഇന്ന് വാർത്ത തന്നിരിക്കുന്നത്. വീക്ഷണത്തിൻ്റെ ആ 1-ാം പുറം വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കള്ളപ്പണം വെളുപ്പിക്കാൻ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായ ആദായ നികുതി വകുപ്പ്. പണം നിക്ഷേപിക്കുന്നവർക്കും അക്കൗണ്ട് ഉടമയ്ക്കും 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ബിനാമി നിയമത്തിലുള്ള വകുപ്പുകൾ ചുമത്താനാണ് ആദായ നികുതി വകുപ്പ് ഒരുങ്ങുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. നോട്ട് റദ്ദ് ചെയ്തിട്ട് ഇന്ന് 13ാമത്തെ ദിവസമാണ്. ആ ദിവസവും ദുരിതം തുടരുക തന്നെയാണ്. 11 ദിവസം കഴിയുമ്പോഴും ദുരിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കണ്ണാടിപ്പുറത്ത് മംഗളം എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് കാരണം ATM കാലിയായിരിക്കുന്നു. ATM എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അടുത്ത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ബാങ്ക് തന്നെയാണ് ATM. നമുക്ക് സ്വന്തമായി പ്രവർത്തിച്ച് അതിൽ നിന്ന് പണമെടുക്കാൻ കഴിയും. പക്ഷേ പണമെടുക്കണമെങ്കിൽ ബാങ്ക് അതിൽ പണം നിറയ്ക്കണം. അങ്ങനെ നിറച്ച പണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിറയ്ക്കാൻ ബാങ്കിന് പണമില്ല. ആ സാഹചര്യത്തിൽ ATM കാലിയാകുന്നു, ദുരിതം തുടരുന്നു. വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. G. അരുൺ തിരുവനന്തപുരത്ത് നിന്ന് എഴുതുന്നു. നോട്ട് ക്ഷാമത്താൽ ഇന്നലെയും ജനജീവിതം ദുരിതപൂർണ്ണം. അസാധുവാക്കലിനെ തുടർന്നുള്ള ദുരിതം 11ാം ദിനത്തിലേക്ക് കടന്ന ഇന്നലെ ബാങ്കുകൾക്ക് അവധിയായതുകൊണ്ട്
അവധിയായത് കൂടാതെ കാലിയായ ATMകൾ വീണ്ടും നിറയ്ക്കാത്തതും പണത്തിൻ്റെ ദൗർലഭ്യം രൂക്ഷമാക്കി. ശനിയാഴ്ച പഴയ നോട്ടുകൾ മാറാനുള്ള അവസരം മുതിർന്ന പൗരന്മാർക്കായി പരിമിതപ്പെടുത്തിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത് എന്ന് പറയുമ്പോൾ ഇന്നും കാര്യങ്ങൾ വ്യത്യസ്തമാകാൻ ഇടയില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നോട്ട് അസാധുവാക്കിയതിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ആ നിയോഗത്തിന് ഉത്തരവിട്ടത് നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് തന്നെയാണ്. ആ വാർത്തയും അതേപുറം മംഗളത്തിൽ തരുന്നു, കാണുക. നോട്ട് അസാധുവാക്കൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചു. ഏത് സാഹചര്യത്തിലും നോട്ട് അസാധുവാക്കിയത് ഒരു ബുദ്ധിമുട്ടും ആളുകൾക്കുണ്ടായിട്ടില്ല. അവർ ത്യാഗം സഹിച്ചും സർക്കാരിനൊപ്പമാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന BJP വക്താക്കൾക്ക് പോലും ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്ന ഒരവസ്ഥ വലിയ നിലവാരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രം സംഘത്തെ നിയോഗിക്കുന്നു. വാർത്ത ഇങ്ങനെയാണ്: 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള സാഹചര്യം നേരിൽ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചു. വിവിധ വകുപ്പുകളിലെ അഡീഷണൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി തലത്തിലുള്ള 70ഓളം മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത്. IT വകുപ്പ് അഡീഷണൽ സെക്രട്ടറി S. അജയ്കുമാർ അടങ്ങുന്ന സംഘമാണ്. 2 പേരേ ഉള്ളൂ കേരളത്തിൽ വന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ ശേഖരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. 6 മാസം കഴിയുമ്പോൾ 6 മാസം എത്തുമ്പോഴേക്കും കേരളത്തിൽ മന്ത്രിസഭയുടെ പുനഃസംഘടന നടന്നിരിക്കുന്നു. അതാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. MM മണി എന്ന മണിയാശാൻ, ഇടുക്കിയിലെ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ മണിയാശാൻ മന്ത്രിയായിരിക്കുന്നു എന്ന സവിശേഷ വർത്തമാനം ഇന്ന് പത്രലോകം തരുന്നു. അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്, മന്ത്രിസഭയിൽ കാത്തിരിക്കുന്നത് വൈദ്യുതി വകുപ്പാണ്. നാളെ ചൊവ്വാഴ്ച അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും തുടങ്ങിയ വാർത്തകൾ ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. മലയാള മനോരമ മണിയാശാൻ്റെ മന്ത്രി പ്രവേശം വലിയ വാർത്തയായി, 1-ാം പേജിലെ ആദ്യ വാർത്തയായി, സചിത്ര വാർത്തയായി തരുന്നത് കാണുക. MM മണി പുതിയ മന്ത്രി, സത്യപ്രതിജ്ഞ നാളെ. മണിക്ക് വൈദ്യുതി വകുപ്പ്, AC മൊയ്തീന് വ്യവസായം, കടകംപള്ളിക്ക് സഹകരണം, ടൂറിസം, ദേവസ്വം. അങ്ങനെ മന്ത്രിസഭ തന്നെ ഒരു ചെറിയ അഴിച്ചുപണിക്ക് വിധേയമായിരിക്കുന്നു 6 മാസം കഴിയുമ്പോൾ. ഇടുക്കിയിൽ നിന്നുള്ള മുതിർന്ന നേതാവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ MM മണി പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക്. മണി പുതിയ വൈദ്യുതി മന്ത്രിയാകും. നാളെ വൈകിട്ട് 4:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. വിവാദ ബന്ധു നിയമനത്തിൽ EP ജയരാജൻ രാജിവെച്ച ഒഴിവിലാണ് മണി മന്ത്രിയാകുന്നത്. ജയരാജൻ്റെ വ്യവസായ, കായിക, യുവജനക്ഷേമ വകുപ്പുകൾ നിലവിൽ സഹകരണ ടൂറിസം മന്ത്രിയായ AC മൊയ്തീന് ലഭിക്കും. മൊയ്തീൻ്റെ സഹകരണവും ടൂറിസവും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ലഭിക്കും. കടകംപള്ളിയുടെ വൈദ്യുതി വകുപ്പ് മണിക്ക് കൈമാറുമ്പോൾ ദേവസ്വം വകുപ്പ് അദ്ദേഹം തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. 5 മാസം പിന്നിടുന്ന പിണറായി മന്ത്രിസഭയിലെ ആദ്യ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. EP ജയരാജന് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നും ആ പ്രതിഷേധം അദ്ദേഹം പ്രകടിപ്പിച്ചു, തുറന്നു തന്നെ പ്രകടിപ്പിച്ചു എന്നുമൊക്കെയുള്ള വാർത്തകളും തുടർന്ന് മനോരമ നമുക്ക് തരുന്നുണ്ട്. MM മണിയെ മന്ത്രിയാക്കാനുള്ള തീരുമാനം സംസ്ഥാനത്തിൻ്റേതല്ല, പോളിറ്റ് ബ്യൂറോ തന്നെ അംഗീകരിച്ച തീരുമാനം സംസ്ഥാനം നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്ന നിലയ്ക്കുള്ള വാർത്തയാണ് ഇന്ന് ദീപിക എന്ന പത്രം ഇതുമായി ബന്ധിപ്പിച്ച് തരുന്നത്. മന്ത്രിസഭയിൽ ഇനി മണിമുഴക്കം എന്ന ശീർഷകത്തിൽ ദീപിക തരുന്ന ഈ വാർത്തയുടെ ഒരു ഭാഗം പറയുന്നത് കാണുക. കഴിഞ്ഞ 16, 17 തീയതികളിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മണിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ധാരണയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലും ചർച്ച നടന്നു. മണിയുടെ മന്ത്രിസഭാ പ്രവേശം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് EP ജയരാജൻ ഇറങ്ങിപ്പോയി. തുടർന്ന് നടന്ന സംസ്ഥാന സമിതിയിൽ നിന്നും പ്രതിഷേധ സൂചകമായി അദ്ദേഹം വിട്ടുനിന്നു എന്നാണ് ദീപിക EP ജയരാജനുമായി ബന്ധിപ്പിച്ച് ഈ വാർത്തയിൽ പറയുന്നത്. മംഗളം എന്ന പത്രം വളരെയധികം
മുന്നോട്ട് പോയി ഒരു പടിയും കൂടി കടന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എം മണി മന്ത്രിയായപ്പോൾ CPM-ൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു എന്നാണ് മംഗളത്തിൻ്റെ നിരീക്ഷണം. മംഗളം ആ വാർത്ത ലീഡ് വാർത്തയാക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. AU രഞ്ജിത്ത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കൗതുകകരമാണ് കാണുക. മന്ത്രിസഭാ അഴിച്ചുപണിയോടെ CPM-ൽ അപ്രതീക്ഷിത പൊട്ടിത്തെറി. ബന്ധു നിയമന വിവാദത്തിൽ അന്വേഷണം പൂർത്തിയാകാനിരിക്കെ താൻ ഒഴിഞ്ഞ വകുപ്പുകളിൽ പകരം മന്ത്രിയെ നിശ്ചയിച്ചതിൽ EP ജയരാജൻ്റെ പ്രതിഷേധം. MLA സ്ഥാനം വലിച്ചെറിയുമെന്നും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജയരാജൻ പൊട്ടിത്തെറിച്ചു. അതുപോലെ തന്നെ ശ്രീമതി MP അവരും അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. പാർട്ടിക്ക് അനുകൂലമല്ലാത്ത ജയരാജന് വേണ്ടി സംസാരിക്കാൻ ഒരുങ്ങിയ ശ്രീമതിക്ക് കോടിയേരിയുടെ വിലക്ക് എന്ന ശീർഷകത്തിൽ അതും ഒരു ഉപവാർത്തയാക്കി തന്നിരിക്കുന്നു മംഗളം. VS അനുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. CPM സംസ്ഥാന സമിതി യോഗത്തിൽ സംസാരിക്കാൻ ഒരുങ്ങിയ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി MP-ക്ക് വിലക്ക്. സംസ്ഥാന സമിതിയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ EP ജയരാജൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിശദീകരണത്തോടെ സംസാരിക്കാൻ ഒരുങ്ങവെയാണ് ശ്രീമതിയെ കോടിയേരി വിലക്കിയത് എന്നുകൂടി പറയുന്നു. മംഗളം പറയുന്നത് പോലെയാണെങ്കിൽ CPM-ൽ വലിയ പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നു എന്നാണ് ആ പാർട്ടി നിരീക്ഷിച്ചിരിക്കുന്നത്. കേരള കൗമുദിയിൽ ഇന്ന് CPM-മായി ബന്ധിപ്പിച്ച് 2 വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. CPM-ലെ അച്ചടക്ക നടപടിയെക്കുറിച്ചുള്ളതാണ് ആദ്യ വാർത്ത. പൂഞ്ഞാർ വട്ടിയൂർക്കാവ് തോൽവി, അച്ചടക്ക നടപടിയുമായി CPM. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ചുമതല വഹിച്ച പെരപ്പൻകോട് മുരളിക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന BS രാജീവനും താക്കീത് നൽകാൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു. പൂഞ്ഞാറിലെ തോൽവിക്ക് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CP ഇബ്രാഹിം, ശശീന്ദ്രൻ എന്നിവരെ ഏരിയ കമ്മിറ്റികളിലേക്ക് തരം താഴ്ത്താനും തീരുമാനിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത്. സിന്ധുവിന് സൂപ്പർ സീരീസ് കിരീടം ലഭിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മെ തേടിയെത്തുന്ന വളരെ മെച്ചപ്പെട്ട ഒരു വാർത്ത. ആഹ്ലാദം പങ്കിടുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ മലയാള മനോരമ അതിൻ്റെ സ്പോർട്സ് പുറത്ത് തന്നിരിക്കുന്നു. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മനോരമയുടെ സ്പോർട്സ് പുറം തരുന്ന സിന്ധു ഇന്ത്യ വാർത്ത സൂപ്പർ സിന്ധു എന്ന ശീർഷകത്തിലാണ് നമ്മെ തേടിയെത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: ഇന്ത്യൻ ബാഡ്മിൻ്റണിലെ രാജകുമാരിക്ക് 2ാം പട്ടാഭിഷേകം. ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിന് പിന്നാലെ PV സിന്ധു കരിയറിലെ ആദ്യ സൂപ്പർ സീരീസ് പ്രീമിയർ കിരീടവും സ്വന്തമാക്കി. ചൈനീസ് സൂപ്പർ സീരീസ് കിരീടമാണ് സിന്ധു സ്വന്തമാക്കിയത് എന്നും ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. നോട്ട് മാറ്റത്തെ സംബന്ധിച്ച്, നോട്ട് അസാധുവാക്കിയതിനെ സംബന്ധിച്ച ബാക്കി സാഹചര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇന്ന് ഒന്നിലധികം ലേഖനങ്ങൾ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിലുണ്ട്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കള്ളപ്പണത്തിന് കൂച്ചുവിലങ്ങിട്ടേ തീരൂ എന്ന് പറയുന്ന ലേഖനത്തിന് തൊട്ടു താഴെ പണമില്ലാത്ത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന ശീർഷകത്തിൽ P സായിനാഥ് നോട്ട് റദ്ദാക്കലിന് ശേഷമുള്ള ഒരു ബാങ്കിങ്ങിൻ്റെ സാഹചര്യം, ഒരു ബാങ്ക് എന്തായി തീർന്നു എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരനുഭവമാണ് സായിനാഥ് പറയുന്നത് കാണുക. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്തുള്ള ചിഗൽത്താന ഗ്രാമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പണമില്ലാത്ത സമ്പദ് വ്യവസ്ഥ എന്ന സ്വപ്നമേറെക്കുറെ പൂർത്തിയായി എന്ന് പറയാം. അതുപക്ഷേ ഒരിക്കലും അദ്ദേഹം ഉദ്ദേശിച്ച പോലെ രാജ്യത്തെ കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ കുറയ്ക്കുകയും അതിനു പകരമായി കാർഡ്, ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയിലായിരുന്നില്ല. മറിച്ച് ഇവിടുത്തെ ഒരാളുടെ കയ്യിൽ പോലും നയാ പൈസ എടുക്കാനില്ലാത്ത, ശരിക്കും പണമേ ഇല്ലാത്ത സമ്പദ് വ്യവസ്ഥയായി എന്ന അർത്ഥത്തിലാണെന്ന് മാത്രം. ആളുകളുടെ പക്കൽ മാത്രമല്ല, ഇവിടുത്തെ പോലീസ് കാവലുള്ള ബാങ്കുകളിലോ ATM-കളിലോ 1 രൂപ പോലുമില്ല എന്നതാണ് വാസ്തവം. ഔറംഗാബാദിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദിൻ്റെ ശക്തി കൊണ്ട് പാപ്പരായി മാറിയ ഇടപാടുകാരെ സഹായിക്കുന്ന തീവ്ര പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാങ്ക് ജീവനക്കാരെയാണ് കാണാൻ കഴിയുക. ഇതുൾപ്പെടെ ഈ നഗരത്തിലുള്ള എല്ലാ ബാങ്ക് ശാഖകളിലും നശിപ്പിച്ച് കളയാനായി റിസർവ് ബാങ്കിനെ ഏൽപ്പിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കീറിയതും മുഷിഞ്ഞതുമായ 50-100 രൂപ നോട്ടുകൾ തിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യം റിസർവ് ബാങ്കിന് അറിവുള്ളതാണെങ്കിലും നടപടികളെടുക്കാതെ കേന്ദ്ര ബാങ്ക് ഇതിന് മൗനാനുവാദം നൽകുകയാണ്. ഇതല്ലാതെ ബാങ്കുകൾക്ക് മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ല എന്ന കാര്യം എല്ലാവർക്കും എന്ന മാതിരി കേന്ദ്ര ബാങ്കിനും അറിയാം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പാപ്പരായ ഒരു ഗ്രാമത്തെ നരേന്ദ്രമോദി നോക്കിക്കാണേണ്ടതാണ്.
അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമാണ് അതവിടെ എത്തിച്ചത്. തീർന്നില്ല, സായിനാഥ് പറയുന്നത് കാണുക. ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെ സിംഹഭാഗവും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണത്തിലും ബിനാമി ഭൂമി ഇടപാടുകളിലും വിദേശ നിക്ഷേപങ്ങളിലുമാണ്. സാധാരണക്കാരൻ മരപ്പെട്ടിയിൽ സ്വരുക്കൂട്ടിയിട്ടുള്ള പണത്തിൻ്റെ കൂട്ടത്തിലല്ല കള്ളപ്പണം തിരയേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. വിത്ത് വിതച്ചാൽ മുളയ്ക്കാത്ത പാടം, വെള്ളിക്കലപ്പ കൊണ്ട് ഉഴുതിച്ച ഒരു സാമൂഹ്യ പരിഷ്കാര പ്രവർത്തകൻ്റെ കഥ വയലാർ പാടിയിട്ടുണ്ട്. വയലാറിൻ്റെ ആ പാട്ടിനെ അന്വർത്ഥമാക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു കാണുക. തരിശുപാടങ്ങളിൽ കൃഷി ഇറക്കാൻ യജ്ഞത്തിലാണ് കൃഷിമന്ത്രി സുനിൽകുമാർ. ഈ ചിത്രം കാണുക. തൃശ്ശൂർ കണിമംഗലത്ത് വിത്ത് വിതയ്ക്കുന്ന മന്ത്രിയും കൂട്ടരുടെയും ചിത്രം കെ നജീബ് പകർത്തി ഹിന്ദു അതിൻ്റെ ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.